Hi there, welcome back to Kajan English. It's me Girish. ഞാൻ പുതിയൊരു സീരീസുമായിട്ട് വരാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ HSST എക്സാംസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കത് വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം 2-2.5 വർഷത്തോളം എടുക്കും. ഇനി നമ്മുടെ മുന്നിലുള്ളത് UP സ്കൂൾ അസിസ്റ്റൻറ്റ് LP UP അസിസ്റ്റൻ്റ് എക്സാമാണ്. ഇനി നമ്മൾ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും അടുത്ത് 2013 ഡിസംബറോട് കൂടി വിളിക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് LP സ്കൂൾ അല്ലെങ്കിൽ UP സ്കൂൾ അസിസ്റ്റൻ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ UP സ്കൂൾ അസിസ്റ്റൻറ്റിന് ഡിഗ്രി അതുപോലെ തന്നെ മറ്റ് ക്വാളിഫിക്കേഷൻസ് ആയിട്ടുള്ള BEd കാറ്ററ്റ് ഒക്കെ ആവശ്യമുണ്ടെന്ന് നമുക്കറിയാം. എന്തായാലും ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. LP UP അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് കാര്യമായിട്ടൊന്ന് പഠിച്ചു തുടങ്ങിയാലോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ UP സ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെ ഇംഗ്ലീഷ് പാർട്ട്, ആദ്യം ഞാൻ ഡീൽ ചെയ്യുന്നത് ഇംഗ്ലീഷ് പാർട്ടാണ്. ഇംഗ്ലീഷ് പാർട്ട് നല്ല വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പഠിച്ചു തുടങ്ങിയാലോ? നിങ്ങൾക്കറിയുമോ, നമ്മുടെ ലാംഗ്വേജ് സ്കില്ല് അസസ് ചെയ്യാൻ ഏറ്റവും വലിയൊരു ടൂളാണ് കോംപ്രിഹെൻഷൻ. അതായത് കോംപ്രിഹെൻഷനിലൂടെ നമുക്കൊരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, കോംപ്രിഹെൻഷൻ എന്താണ് അർത്ഥം? അണ്ടർസ്റ്റാൻഡിങ്. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ റീഡിങ് സ്കിൽ, ആ വ്യക്തിയുടെ വൊക്കാബുലറി സ്കിൽസ്, വൊക്കാബുലറി എത്രത്തോളം നല്ല ഒരുപാട് വാക്കുകളുടെ പരിചയമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോംപ്രിഹെൻഷൻ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് അസസ്മെൻറ്റ്സ് നടത്തുന്ന ഒരു ടെസ്റ്റാണ് കോംപ്രിഹെൻഷൻ. അപ്പോൾ ഇപ്രാവശ്യത്തെ LPയിലും UPയിലും നമ്മുടെ ലേറ്റസ്റ്റ് റിവൈസ്ഡ് സിലബസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്ത് കോംപ്രിഹെൻഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോംപ്രിഹെൻഷൻ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ എൻ്റെ അറിവ്, ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ചില ടിപ്സ് നിങ്ങൾക്ക് പറയാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോംപ്രിഹെൻഷൻ പാസേജ് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് അതിന് മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നമ്മൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് നോക്കാം. The word comprehension means the ability to understand what you listen or what you read. അതായത് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് അതിനർത്ഥം എന്താണ്? മനസ്സിലാക്കിയത് നമ്മൾ എന്ത് ചെയ്യുക, അവതരിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ കോംപ്രിഹെൻഷൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തും ഒരു ഗെയിം കളിക്കുന്നു. ആ ഗെയിം ഇതാണ്: നിങ്ങളുടെ സുഹൃത്ത് ഒരു കഥ പറയുന്നു. ആ കഥ കേട്ട് ആ കഥയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ സുഹൃത്ത് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളോട് ചോദിക്കുമ്പോൾ, കഥ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് ആ കഥയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങളുടെ കോംപ്രിഹെൻഷനെ അസസ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ റീഡിംഗ് കോംപ്രിഹെൻഷനും ഏകദേശം സെയിം ആണ്. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇവിടെ അസസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പൊതുവേ ഒരു കോംപ്രിഹെൻഷനുള്ളൊരു മിസ്കോൺസെപ്ഷൻ, അതായത് തെറ്റിദ്ധാരണകളാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. സാധാരണ കുട്ടികൾക്ക് നമ്മുടെ സ്കൂളുകളിൽ ഇംഗ്ലീഷിലെ ഒരു പ്രധാനപ്പെട്ട, ഇപ്പോൾ CBSE എക്സാമൊക്കെ ആണെങ്കിൽ 20 മാർക്കോളം കോംപ്രിഹെൻഷനാണ് വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ഒരു സാധാരണ ഒരു മിസ്കോൺസെപ്ഷൻ എന്ന് പറയുന്നത് ഒന്നതാണ്, there are some misconceptions related to this way that I'm just going to tell you in this video. ഒന്നെന്ന് പറയുന്നത്, it is possible to understand the key idea of the paragraph by just reading the first and the last line of a paragraph. But this is always not correct. I hope you understand. അതായത് നമുക്കൊരു വിചാരമുണ്ട്, ഒരു പാരഗ്രാഫിൻ്റെ ആദ്യത്തെ സെൻറ്റൻസും അതുപോലെ തന്നെ അവസാനത്തെ സെൻറ്റൻസും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുമെന്നുള്ളൊരു തെറ്റിദ്ധാരണ. ആക്ച്വലി നമ്മൾ പറയും ഒരു പാരഗ്രാഫിൻ്റെ ടോപ്പിക് സെൻറ്റൻസ് ആണ് ആദ്യത്തേത്, അത് വായിച്ചാൽ തന്നെ എന്തിനെക്കുറിച്ചാണ് ഈ ഒരു പാരഗ്രാഫ് പറയുന്നത് നമുക്ക് അറിയാമെന്നുള്ളൊരു മിസ്കോൺസെപ്ഷനാണ്. പക്ഷേ നമ്മൾ ആ പാരഗ്രാഫ് മുഴുവനായിട്ട് വായിക്കേണ്ടതുണ്ട്. ഒരിക്കലും ഒരു ഷോർട്ട് കട്ട് ഇതിൽ തിരഞ്ഞെടുക്കാൻ പാടില്ല. രണ്ടാമത്തെ ഒരു കോൺസെപ്ഷൻ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, റീഡിങ് ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു അണ്ടർസ്റ്റാൻഡ് ദ പാരഗ്രാഫ് ബെറ്റർ. ഈ ഒരു കാര്യവും തെറ്റാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. റീഡിങ് ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ആൻഡ് വിൽ ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ദ പാരഗ്രാഫ് ബെറ്റർ. നിങ്ങൾ ആദ്യം പാരഗ്രാഫ് നന്നായിട്ട് വായിക്കുകയാണ് ചെയ്യേണ്ടത്, എന്നിട്ടാണ് ചോദ്യത്തിലേക്ക് പോകേണ്ടത്. ആൻഡ് മൂന്നാമത്തെ ഒരു മിസ്കോൺസെപ്ഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ എ പേഴ്സൺ ടു റിമെമ്പർ ഓൾ ദ ക്വസ്റ്റ്യൻസ്. ഓൾസോ ദ ക്വസ്റ്റ്യൻസ് ആർ സംടൈംസ് ഇൻഡയറക്റ്റ് ഇൻ നേച്ചർ. ചില ചോദ്യങ്ങൾ ഒരിക്കലും പാസേജുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പാസേജ് മുഴുവനായി വായിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ അഭികാമ്യമാണ്. പിന്നെ ദ ഓർഡർ ഓഫ് ദ ക്വസ്റ്റ്യൻ ഈസ് നോട്ട് ഓൾവേസ് അക്കോർഡൻസ് വിത്ത് ദ പ്രോഗ്രഷൻ ഓഫ് ദ പാരഗ്രാഫ്. അതായത് നിങ്ങൾക്കറിയാം, നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കും, ഒരു 10 ചോദ്യങ്ങളുണ്ടെങ്കിൽ
ഒന്നാമത്തെ ചോദ്യം ആദ്യത്തെ പാരഗ്രാഫിൽ നിന്നും, രണ്ടാമത്തെ ചോദ്യം വീണ്ടും ആദ്യത്തെ പാരഗ്രാഫ്, മൂന്നാമത്തത് രണ്ടാമത്തെ പാരഗ്രാഫ്, അങ്ങനെ ചിന്തിക്കരുത്. ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഓവറോൾ ആയിട്ട് ആ പാസേജിൻ്റെ ഓവറോൾ തീമുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ആൻസർ പരതി ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പിടിച്ചു നിൽക്കരുത്. നിങ്ങൾ കോംപ്രിഹെൻഷൻ ആ പാസേജ് മുഴുവനായിട്ട് വായിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് ഈ ഒരു കോംപ്രിഹെൻഷൻ പാസേജ് മനസ്സിലാക്കാൻ വേണ്ട ചില സ്കിൽസ് എന്ന് പറയുന്നത്, ഇത് ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ടു ഡെവലപ്പ് എ ബെറ്റർ ലെവൽ ഓഫ് കോംപ്രിഹെൻഷൻ വൺ requires certain skills like logical ability, the ability to infer, analytical ability, reasoning ability, reading speed, vocabulary power. അപ്പോൾ ഓവറോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നിസ്സാര കാര്യമല്ല. ഒരുപാട് സ്കില്ല് അസസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് കോംപ്രിഹെൻഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കോംപ്രിഹെൻഷൻ ടെസ്റ്റ് പല എക്സാമുകളിലും നമ്മൾ ഇപ്പോൾ ഈവൻ ബാങ്കിങ് എക്സാമിനും അതുപോലെ തന്നെ PSC എക്സാമിനും കുട്ടികളുടെ എക്സാമിനും പബ്ലിക് എക്സാംസിനൊക്കെ കോംപ്രിഹെൻഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരാൻ കാരണം ഇത്രയും സ്കില്ലാണ് അല്ലെങ്കിൽ സ്കിൽസാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോംപ്രിഹെൻഷൻ ടെസ്റ്റിലൂടെ അസസ് ചെയ്യുന്നത്. ഇനി ചില സ്ട്രാറ്റജീസ്, ഇതാണ് നമ്മൾ പ്രധാനപ്പെട്ട ടോപ്പിക്, ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജീസ് ടു സോൾവ് കോംപ്രിഹെൻഷൻ പാസേജ്. സോ നമ്പർ 1, റീഡ് ദ പാസേജ് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ. അതായത് പാസേജ് മുഴുവനായിട്ട് വായിക്കാൻ ശ്രമിക്കുക. ആൻഡ് ഗെറ്റ് ഇൻവോൾവ്ഡ് വിത്ത് ദ പാരഗ്രാഫ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഓരോ പാരഗ്രാഫും നന്നായിട്ട് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. അണ്ടർലൈൻ ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഓർ പാർട്സ് ഓഫ് ദ പാസേജ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഒരുപക്ഷെ അണ്ടർലൈൻ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് ചോദ്യം വായിക്കുമ്പോൾ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. It will also help to understand the main idea of the passage or the tone or mood of the author. നമുക്ക് ഈ ഒരു മുഴുവൻ പാസേജ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു പ്രോസ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു റൈറ്റപ്പിൻ്റെ പ്രധാനപ്പെട്ട 3 എയിം എന്ന് പറയുന്നത് പെർസുവേഷനാണ്, നമ്മളെ പെർസുവേഡ് ചെയ്യുക അല്ലേ. മറ്റൊന്ന് പറയുന്നത് എൻ്റർടൈൻമെൻ്റ് ആണ്, അല്ലെങ്കിൽ മറ്റൊന്ന് ഇൻഫോർമേറ്റീവ്. അപ്പോൾ ഈ 3 കാറ്റഗറിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു തരത്തിലുള്ള പാസേജ് ആണോ അല്ലെങ്കിൽ റൈറ്റപ്പ് ആണോ എന്ന് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം. മറ്റൊന്ന്, ട്രൈ ടു ട്രാൻസ്ലേറ്റ് എ കോംപ്ലെക്സ് ലൈൻ ഇൻ ആൻ ഈസി വൺ ഇൻ യുവർ ഓൺ വേർഡ്സ് ആൻഡ് യുവർ ഓൺ ലാംഗ്വേജ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മദർ ടങ്ങിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഒന്ന് ക്രോഡീകരിച്ച് നിങ്ങളുടെ മനസ്സിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. And this will help you to analyzing the main idea of the paragraph and in seeking the cause and effects of the passage. Underline or make the keywords. These will help you to discover the logical connections in the passage and help in understanding it better. ഓക്കെ, പിന്നെ ഇതിൽ പറയുന്നത് കീവേഡ്സ്, പ്രധാനപ്പെട്ട വാക്കുകൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക എന്നുള്ളത് മറ്റൊന്നാണ് പ്രധാനപ്പെട്ട കാര്യം. Try to understand some certain unfamiliar words by reading the line thoroughly. ഇപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു വാക്കിൻ്റെ അർത്ഥം കിട്ടിയിട്ടില്ലെങ്കിൽ സാധാരണ അതൊരു ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ വാക്കിന് ആ ഒരു ടഫായിട്ടുള്ള വാക്ക് നിങ്ങൾ ഫെമിലിയർ അല്ലാത്ത ഒരു അൺഫെമിലിയർ ആയിട്ടുള്ള ആ വാക്കിൻ്റെ തൊട്ട് മുമ്പിലും പിറകിലുമായിട്ട് വരുന്ന വാക്കുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ മീനിങ് കണ്ടെത്താൻ ശ്രമിക്കുക. ആൻഡ് ദ തീം ഓഫ് ദ ലൈൻ വിൽ മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദ വേർഡ്സ്. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്തായാലും ചില വാക്കുകൾ ആ ഒരു പാസേജിൻ്റെ തീം മനസ്സിലായി തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഗസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഡിറ്റർമിൻ ദ മെയിൻ ഐഡിയ, ടോൺ ഓർ മൂഡ് ഓർ ഇൻഫറൻഷ്യൽ റീസണിങ് ആൻഡ് അതർ ഡീറ്റെയിൽസ് ഫ്രം ദ പാരഗ്രാഫ്. ഡോണ്ട് അസ്യൂം എനിത്തിങ് ബേസ്ഡ് ഓൺ യുവർ പേഴ്സണൽ ബിലീഫ്. നിങ്ങൾക്കൊരു സംഭവം പാസേജ് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാരണവശാലും നിങ്ങളുടെ ഒരു ഐഡിയ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആശയത്തോട് ഒരിക്കലും അത് നിങ്ങളുടെ പേഴ്സണൽ ബിലീഫുമായിട്ട് ഒരിക്കലും കണക്ട് ചെയ്യാൻ പാടില്ല. ലുക്ക് ബാക്ക് അറ്റ് ദ പാരഗ്രാഫ് വെൻ ഇൻ ഡൗട്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചോദ്യമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാസേജിൻ്റെ പുറകോട്ട് പോകേണ്ടതാണ്. റീഡ് ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ഓൾ ദ ആൾട്ടർനേറ്റീവ് പ്രൊവൈഡഡ് ആൻഡ് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വൺ. ഡെഫിനറ്റ്ലി അതാണ് അവസാനത്തെ പറയുന്നത്. പാസേജ് 1-2 തവണ നന്നായിട്ട് വായിച്ചതിന് ശേഷം മാത്രമേ ചോദ്യങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ വായിക്കുന്ന സമയത്ത് തന്നെ അണ്ടർലൈൻ ചെയ്യുക പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ചില ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ സ്വയം
അണ്ടർലൈൻ ചെയ്ത് പിന്നീട് ചോദ്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ അത്രയുമാണ് നമ്മളിന്ന് കോംപ്രിഹെൻഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ പ്രധാനമായും എനിക്ക് പറയാനുള്ളത് കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മുടെ വൊക്കാബുലറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് കോംപ്രിഹെൻഷൻ പാസേജസ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ്. ഞാൻ വേണമെങ്കിൽ കുറച്ച് ലിങ്ക് ഇതിലിടാം. ഗൂഗിളിൽ ഒരുപാട് അവൈലബിൾ ആണ്. നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പദസമ്പത്ത് കൂട്ടുവാനും ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. പ്രത്യേകിച്ചും LP UP അസിസ്റ്റൻ്റായിട്ട് പുതിയ വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പദങ്ങൾ ഒരുപാട് മാക്സിമം വാക്കുകൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കോംപ്രിഹെൻഷൻ ഈസി ആവുകയുള്ളൂ. താങ്ക് യു.